വയനാടുണ്ടായ മഹാദുരന്തത്തിൽ മരണസംഖ്യ ഉയരുകയാണ്. എത്ര പേരെന്ന് വ്യക്തമല്ല എങ്കിലും 20-ലേറെ റിപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ ദേശീയ ദുരന്തമായി കണക്കാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയെ വിളിച്ചു വയനാട്ടിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്തു. കേരള സർക്കാരിന് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു. എന്തിനും സജ്ജമായി കര വ്യോമ സേനകളുണ്ട്. ഇതിനിടെ പ്രധാനമന്ത്രി രക്ഷാപ്രവർത്തനത്തിൽ പാർട്ടി പ്രവർത്തകരുടെ സഹായം ഉറപ്പാക്കാൻ BJP അധ്യക്ഷൻ JP നദ്ദയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സേവാഭാരതി ഉൾപ്പെടെയുള്ളവരും BJP പ്രവർത്തകരും സഹായങ്ങളുമായി എത്താൻ നിർദ്ദേശമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് BJPയുടെ കേരളത്തിലെ ഏക MP ആയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുമായും പ്രധാനമന്ത്രി സംസാരിച്ചിട്ടുണ്ട്. സംഭവ സ്ഥലത്തേക്ക് സുരേഷ് ഗോപി അടക്കമുള്ളവർ എത്തും. കൂടുതൽ കേന്ദ്ര സംഘവും എത്തിച്ചേരും. ഇതിനിടെ അവസാന വാർത്തകൾ ഇങ്ങനെയാണ്. വയനാട്ടിൽ കര വ്യോമ സേനകൾ എത്തി. ദ്രുതഗതിയിൽ തന്നെ ആശ്വാസ നടപടികൾ നടക്കുന്നു. ആദ്യമായി ദുരന്ത സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ കരസേന യുദ്ധകാലത്തെ പോലെ ഉടൻ താൽക്കാലിക പാലങ്ങൾ പണിയുകയാണ് ചെയ്യുക. നിലമ്പൂർ പോത്തുകല ഭാഗത്ത് പുഴയിൽ പലയിടങ്ങളിൽ നിന്നായി 6 പേരുടെ മൃതദേഹ ഭാഗങ്ങൾ ഒഴുകിയെത്തി. രാവിലെ പലയിടങ്ങളിലും വേറെയും ശരീരങ്ങളും ശരീരഭാഗങ്ങളും ഒഴുകിയെത്തുന്നതായി പറയുന്നുണ്ട്. ഒരു കുട്ടിയുടേതുൾപ്പെടെ 6 പേരുടെ മൃതദേഹം രാവിലെ തന്നെ കണ്ടെടുത്തു. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ഒലിച്ചു വന്നതാണ് എന്നാണ് നിലവിലെ നിഗമനം. വയനാടിന്റെ അതിർത്തി മേഖലയാണ് പോത്തുകൽ. ചാലിയാർ വനത്തിലൂടെ ശക്തമായ ഒഴുക്കിൽ മൃതശരീരങ്ങൾ പോത്തുകൽ മേഖലയിൽ എത്തിയത് എന്ന് സംശയിക്കുന്നു. രക്ഷാപ്രവർത്തകർക്ക് പ്രദേശത്തേക്ക് കടക്കാനോ ആളുകളെ പുറത്തെത്തിക്കാനോ ആയിട്ടില്ല. നിലവിൽ 250 അംഗ NDRF സംഘം ചൂരൽപ്പുഴയ്ക്ക് ഇക്കരെയുള്ള ഭാഗത്തെ രക്ഷാപ്രവർത്തനമാണ് നയിക്കുന്നത്. ചൂരൽമലയിൽ സൈന്യം എത്തിയ ശേഷം മുണ്ടക്കൈ മേഖലയിലേക്കും ചൂരൽപ്പുഴയ്ക്ക് അക്കരയ്ക്കും എത്തിപ്പെടാനായി താൽക്കാലിക പാലം നിർമ്മിച്ച് രക്ഷാപ്രവർത്തനം നടത്തും. ഇതുമായി ബന്ധപ്പെട്ട എക്സിൽ പ്രധാനമന്ത്രി കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. വയനാടിന്റെ ചില ഭാഗങ്ങളിൽ ഉരുൾപൊട്ടലിൽ ദുരിതമുണ്ട്. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട എല്ലാവരോടും എന്റെ ചിന്തകളും പരിക്കേറ്റവർക്കൊപ്പമുള്ള പ്രാർത്ഥനയുമുണ്ട്. ദുരിതബാധിതരെ സഹായിക്കാനുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോൾ നടക്കുന്നു. കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് സംസാരിക്കുകയും എല്ലാ ഉറപ്പുകളും നൽകുകയും ചെയ്തു. അവിടെ നിലവിലുള്ള സാഹചര്യത്തിൽ പശ്ചാത്തലത്തിൽ കേന്ദ്രത്തിൽ നിന്ന് സാധ്യമായ സഹായം എക്സിലെ ഒരു പോസ്റ്റിൽ പ്രധാനമന്ത്രി ഉറപ്പു നൽകിയിരിക്കുന്നു. ഇതിനിടെ വയനാട്ടിൽ കേന്ദ്ര സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചു. അടിയന്തര ആശ്വാസമായി ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസ് 2 ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പരിക്കേറ്റവർക്ക് 50,000 രൂപ നൽകും. ഈ തുക ഉടൻ എത്തിക്കും. ഭക്ഷ്യധാന്യങ്ങൾ ദുരന്ത മേഖലയിൽ എത്തിക്കുന്നതും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ്. വയനാട്ടിൽ രക്ഷാപ്രവർത്തനത്തിന് എല്ലാ ഏജൻസികളും സഹകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു. സംസ്ഥാന മന്ത്രിമാർ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുമെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കും NDRFനും പുറമെ കണ്ണൂർ ഡിഫൻസ് സെക്യൂരിറ്റി സേനയും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാകുന്നുണ്ട്. വ്യോമസേനയുടെ 2 ഹെലികോപ്റ്ററുകൾ ഉടൻ വയനാട്ടിലേക്ക് പോകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോൺഗ്രസ് നേതാവും മുൻ വയനാട് MPയുമായ രാഹുൽ ഗാന്ധി ദുരന്തത്തിൽ അഗാധമായ വേദനയുണ്ട് എന്ന് പറഞ്ഞു. നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് അനുശോചനം രേഖപ്പെടുത്തുന്നു. ഇനിയും കുടുങ്ങിക്കിടക്കുന്നവരെ ഉടൻ സുരക്ഷിത സ്ഥാനത്തേക്ക് കൊണ്ടുവരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുവെന്ന് അദ്ദേഹം എക്സിലെ ഒരു പോസ്റ്റിൽ അറിയിച്ചു. മുഖ്യമന്ത്രിയുമായും ജില്ലാ കളക്ടറുമായും സംസാരിച്ചിട്ടുണ്ട് എന്നും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് എന്നും അദ്ദേഹം ഉറപ്പു നൽകിയതായും രാഹുൽ ഗാന്ധി പറഞ്ഞു. എല്ലാ ഏജൻസികളുമായി ഏകോപനം ഉറപ്പാക്കാനും ഒരു കൺട്രോൾ റൂം സ്ഥാപിക്കാനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഏത് സഹായവും ഞങ്ങളെ അറിയിക്കാനും അവരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഭരണത്തെ സഹായിക്കാൻ UDF പ്രവർത്തകരോടും അദ്ദേഹത്തിന്റെ അഭ്യർത്ഥനയുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.